നമസ്തേ ബച്ചോ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. നമുക്കിന്ന് കുറച്ച് ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും നോക്കാം. അതിന് മുന്നേ ആയിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലെ 7ാമത്തെ പേജിൽ 7th പേജിൽ നമുക്കൊരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു ബോർഡ് പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ. അവിടെ പേരുകൾ എഴുതാനുണ്ട്. പേര്, കക്ഷ, സ്കൂൾ, ജില്ല. പേരെഴുതണം. കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്, സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ തന്നെ, ജില്ല എന്ന് പറഞ്ഞാൽ ജില്ല. ഞാൻ വെറുതെ ഇവിടെ ഒരു സാമ്പിളിന് വേണ്ടിയിട്ടൊരു പേര് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേരെന്താണ് ആ പേര് എഴുതുക. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന മീര കെ, നെയിം എന്നുള്ളിടത്ത് മീര കെ. കക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ്. ഏത് ക്ലാസ്സാണ് നിങ്ങളുടെ? ഛഡ്വീം. 6th സ്റ്റാൻഡേർഡ് എന്നുള്ളതിന് എന്താ പറയുക? ഛഡ്വീം. സ്കൂൾ ഏതാണ്? നിങ്ങളുടെ സ്കൂൾ ഏതാണ്? ആ സ്കൂളിൻ്റെ പേര് എഴുതുക. ഞാൻ വെറുതെ ഇവിടെ ഒരു സ്കൂളിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ABC സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. ജില്ല, നിങ്ങളുടെ ജില്ല ഏതാണ്? എറണാകുളമോ മലപ്പുറമോ പാലക്കാടോ അല്ല കാസർഗോഡോ കൊല്ലോ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. ഈ ഏക്കിലെ ഖുലേ ദിൽസെ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ചാപ്റ്ററിലെ ഈ പക്ഷികളെയും മൃഗങ്ങളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, 1ാമത് ആരാണ് ഇരിക്കുന്നത്? മേണ്ഡക് എന്ന് പറഞ്ഞാൽ ആരാണ്? തവള, ഫ്രോഗ്. അടുത്തത് ആരാണ്? മുർഗി എന്ന് പറഞ്ഞാൽ ആരാണ്? കോഴി, പെടക്കോഴിയാണ് മുർഗി കേട്ടോ. ബാലു എന്ന് പറഞ്ഞാൽ കരടി, ബേർ. ഖർഗോഷ് ആരാണ്? റാബിറ്റ്, മുയൽ. അടുത്തത് മധുമക്കി ആരാണ്? ഹണി ബി, തേനീച്ച. അടുത്തത് തോത്ത ആരാണ്? തത്ത, പാരറ്റ്. അടുത്തത് ജിറാഫിന് നമ്മൾ ഹിന്ദിയിലും ജിറാഫ് എന്ന് തന്നെയാണ് പറയുക. ഇത്രയും പക്ഷികളും മൃഗങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതെല്ലാ കൂട്ടുകാരും നല്ലപോലെ വായിച്ച് എഴുതി പഠിക്കുക. ഞാൻ തയ്യാറാക്കിയതും ടെക്സ്റ്റ് ബുക്കിലെയും കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർ നല്ലപോലെ വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക. 1ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ചിത്രമേം ക്യാ ഹേ. അതല്ലെങ്കിൽ 2 തരത്തിൽ ചോദിക്കാം. ചിത്രമേം കോൺ സി ജീവ് ജന്തു ഹേ. ചിത്രത്തിൽ ഏതൊക്കെ ജീവജാലങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്. അതാണിപ്പോൾ നമ്മൾ മുന്നേ പരിചയപ്പെട്ട പേരുകളൊക്കെ കേട്ടോ. മേണ്ഡക്, ബാലു, ഖർഗോഷ്, മധുമക്കി, ചിടിയ, തോത്ത, ജിറാഫ്. ഇതൊക്കെ അവിടെ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി 2ാമത്തെ ചോദ്യം, ഇൻ ജീവ് ജന്തുവോ കെ ചെഹ്രെ പർ കൈസാ ഭാവ് ഹേ. ഈ ജീവജാലങ്ങളുടെയൊക്കെ മുഖത്ത് എന്ത് ഭാവമാണുള്ളത്? സന്തോഷമാണോ, സങ്കടമാണോ, കരച്ചിലാണോ, എന്താണ് തോന്നുന്നത്? വേ സബ് ഖുശ് ഹേ. എന്താണ് പറയുന്നത്? എല്ലാവരും വളരെ സന്തോഷത്തിലല്ലേ. എല്ലാവരെയും നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം വേ സബ് ഖുശ് ഹേ. അടുത്ത 3ാമത്തെ ചോദ്യം, സബ് ഖുശി മേ ഹേ ക്യോം. എല്ലാവരും സന്തോഷത്തിലാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. വേ സബ് സ്വതന്ത്ര ഹേ. അവരെല്ലാവരും എങ്ങനെയാണ്? സ്വാതന്ത്ര്യമുള്ളവരാണ് അല്ലേ. അവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് സന്തോഷമുള്ളത്. 4ാമത്തെ ചോദ്യം, ചിടിയാം കൈസി ഹോത്തി ഹേ. പക്ഷികൾ എങ്ങനെയുള്ളവയാണ്? ചിടിയാം രംഗ് ബിരംഗി ഹോത്തി ഹേ, ചിടിയാം സുന്ദർ ഹോത്തി ഹേ, ചിടിയാം തരേ കി ഹോത്തി ഹേ. പക്ഷികൾ എങ്ങനെയൊക്കെയുള്ളവയാണ്? കണ്ടിട്ടില്ലേ നിങ്ങൾ പക്ഷികൾ പല നിറത്തിലുള്ള പക്ഷികളുണ്ട്. മനോഹരമായ പക്ഷികളാണ് എല്ലാത്തിനും അതിൻ്റേതായ മനോഹാരിതയുണ്ട്. പിന്നെയോ പലതരത്തിലുള്ള പക്ഷികൾ നമുക്കിവിടെ കാണാൻ കഴിയും ഭൂമിയിൽ. അടുത്ത ചോദ്യം, ചിടിയ ക്യോം ചിപ്കർ ഗാത്തി ഹേ. അതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷികൾ എന്തുകൊണ്ടാണ് ഒളിഞ്ഞിരുന്ന് പാട്ട് പാടുന്നത്? എന്തുകൊണ്ടായിരിക്കാം? കോയി ഉസേ ന ദേഖ്ലേം. ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതിയിട്ടാണ് ഒളിച്ചിരുന്ന് പാട്ട് പാടുന്ന കേൾക്കുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലും അല്ലേ. ഓടിച്ചെന്ന് അതിനെ പിടിച്ചെന്ത് ചെയ്യും? അല്ലെങ്കിൽ മറ്റുള്ള പക്ഷികളെ ആക്രമിക്കാം, മറ്റുള്ള മൃഗങ്ങളെ ആക്രമിക്കാം. ആ ഒരു പേടി കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഒളിച്ചിരുന്ന് പാട്ട് പാടുന്നത്. അപ്പോൾ കോയി ഉസേ ന ദേഖ്ലേം. അടുത്ത ചോദ്യം, ലാഖ് ബുലാവൂൻ ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ ക്യോം. അതും ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ലാഖ് ബുലാവു എന്ന് പറഞ്ഞാൽ എന്താ? കുറേ പ്രാവശ്യം വിളിക്കുക.
അനേകം തവണ വിളിച്ചിട്ടും എൻ്റെ അടുത്ത് പക്ഷി വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും എന്തായിരിക്കും? ഭയം കൊണ്ടായിരിക്കും അല്ലേ? ഡർ കെ കാരൺ, പേടി കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ അടുത്തേക്ക് വരാത്തത്. അടുത്ത ചോദ്യം, ചിടിയ കി വിശേഷത ക്യാ ഹേ? പക്ഷികളുടെ പ്രത്യേകത എന്താണ് പക്ഷികളുടെ പ്രത്യേകത? ചിടിയ നിരാലി ഹേ. പക്ഷികൾ എങ്ങനെയുള്ളവയാണ്? വളരെ വിചിത്രമായിട്ടുള്ള പക്ഷികളാണ്, ഭംഗിയുള്ള പക്ഷികളാണ്, പലതരത്തിലുള്ള പക്ഷികളാണ്. അതാണ് അവയുടെ പ്രത്യേകത. അടുത്ത ചോദ്യം, ചിടിയ കാ രംഗ് ക്യാ ഹേ? പക്ഷികളുടെ നിറം എന്താണ്? പക്ഷിയുടെ നിറം എന്താണ്? അവിടെ കൊടുത്തിരിക്കുന്ന പക്ഷിയുടെ നിറം നീല. നീല എന്ന് പറഞ്ഞാൽ എന്താണ്? നീല തന്നെ അല്ലേ? നമ്മൾ മലയാളത്തിൽ പറയുന്ന നീല തന്നെയാണ്, ബ്ലൂ. ചിടിയ ക്യാ ക്യാ കർത്തി ഹേ? അടുത്ത ചോദ്യമാണ്, ചിടിയ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ചിടിയ ഉടുത്തി ഓർ ഗാത്തി ഹേ. പറക്കുന്നു, പാട്ടുപാടുന്നു. പറക്കാൻ കഴിയും പക്ഷികൾക്ക്, അതുപോലെ പാട്ടുപാടാനും കഴിയും. അടുത്തത്, ചിടിയ കഹാം സേ ആത്തി ഹേ? പക്ഷികൾ എവിടുന്നാണ് വരുന്നത്? ഈ പക്ഷി എവിടുന്നാണ് വരുന്നത്? നീലേ ആസ്മാൻ സേ. നീല ആകാശത്ത് നിന്നാണ് ഈ പക്ഷി പറന്നു വരുന്നത്. അടുത്ത ചോദ്യം, ചിടിയ കഹാൻ ചിപ് ജാത്തി ഹേ? പക്ഷി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഇവിടെ പക്ഷി കവിതയിൽ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്? പത്തോം കെ നീച്ചെ, ഇലകൾക്കടിയിലാണ് ഒളിച്ചിരിക്കുന്നത്. അടുത്തത്, ഇസ് കവിത കാ നാം ക്യാ ഹേ? ഈ കവിതയുടെ പേരെന്താണ്? നീലി ചിടിയ. ഈ കവിതയുടെ പേരെന്താണ്? നീലി ചിടിയ, ബ്ലൂ ബേർഡ്. അടുത്തത്, എ കവിത കിസ്നെ ലിഖാ ഹേ? ആരാണ് എഴുതിയത്? ശ്രീ ഹരിവംശ് റായ് ബച്ചൻ. ആരാണ് കവിത എഴുതിയത്? ഹരിവംശ് റായ് ബച്ചൻ. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കുട്ടികൾ എല്ലാവരും നല്ലപോലെ എഴുതി പഠിക്കണം. ഇനി ഇതിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾ കൂട്ടുകാർക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് മനസ്സിൽ തോന്നുന്നത് അത് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ഇടുക, പേരെഴുതാൻ പഠിക്കുക, പേരെഴുതി എല്ലാവരും അയയ്ക്കുക. അടുത്തത് നോക്കൂ, എക്സസൈസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമൂനയ്ക്ക് അനുസാർ വാക്യ ബനായേം. കൊടുത്തിരിക്കുന്നത് പോലെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ. ഇവിടെ താഴെ എന്തൊക്കെ സെൻറ്റൻസുകളാണ്? ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിപ്പുക്കർ ഗാന, ഇലയുടെ ചവിട്ടിലിരുന്ന് പാട്ട് പാടുന്നുണ്ടോ ഒരു കിളി? ചിപ്പുക്കർ ഗാന, ഒളിച്ചിരുന്ന് പാട്ട് പാടുക. ഇവിടെ ആരാണ്? പാസ്ന ആന, കുട്ടി ഉമ്മർത്തിരിക്കുന്നുണ്ട്, പൂമുഖത്തിരിക്കുന്നുണ്ട്, പക്ഷേ കുട്ടിയുടെ അടുത്ത് വരുന്നില്ല. ചെട് ഉടി ജാന, പെട്ടെന്ന് പറന്ന് പോവുക. ധാന്യം കൊത്തി കഴിച്ചിട്ട്, നെല്ല് കൊത്തിയിട്ട് അല്ലെങ്കിൽ അരി കൊത്തിയിട്ട് പെട്ടെന്ന് പറന്നു പോവുക. ധാന ഗാന, എന്താണ്? ധാന്യം കൊത്തി തിന്നുക. അത് ഇവിടെ കാണിച്ചിരിക്കുന്ന അതേപോലെ സെൻറ്റൻസ് ആക്കി എഴുതണം. ചെടിയ ചിപ്കർ ഗാത്തി ഹേ. കണ്ടോ? ചിപ്കർ ഗാന എന്നുള്ളതിന് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ചിടിയ ചിപ്കർ ഗാത്തി ഹേ. അതേപോലെ അടുത്തതും നമുക്ക് എഴുതണം. എങ്ങനെ? ഒന്നാമത്തേത് ഇത് ഒന്നാമത്തെ. ഇനി അടുത്ത സെൻറ്റൻസ്, അടുത്ത വേർഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. പാസ്ന ആന. അപ്പം എന്ത് എഴുതണം? ചിടിയ പാസ്ന ആത്തി ഹേ. പാസ്ന ആത്തി ഹേ. അടുത്തത് എന്താണ്? രണ്ടാമത്തേത്. അടുത്തത് മൂന്നാമത്തേത് എന്താണ്? ചട് ഉഡ് ജാന. അപ്പം എന്ത് എഴുതണം? ഇതിൻ്റെ മൂന്നാമത്തേത് ചിടിയ छड़ से उड़ जाती है. ഇനി സേ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ചെട് ഉടി ജാത്തി ഹെ. സേ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ചെട് ഉടി ജാത്തി ഹെ. അടുത്തത് എന്താണ്? അടുത്തത് ലാസ്റ്റ് ധാന ഖാന. ചിടിയ ദാന
ഖാത്തി ഹേ, ദാന ഖാത്തി ഹേ. ഇത്രയാണ് നിങ്ങളവിടെ ഫില്ല് ചെയ്യേണ്ടത്. അടുത്ത പേജിൽ എന്താണ്, സമാനാർത്ഥ ഢൂണ്ടേം പത്തേ ബരേം. സമാനമായിട്ടുള്ള അതിന് ഈക്വലായിട്ടുള്ള അർത്ഥം കണ്ടുപിടിച്ച് ആ ഇലകളിലൊക്കെ ഫില്ല് ചെയ്യാൻ. താഴെ ഓരോന്ന് ഇലയിൽ ഓപ്പോസിറ്റ് ഇലകളിൽ ഡാഷ് ഇട്ടിട്ടുണ്ട്. ആ ഡാഷിലൊക്കെ ഫില്ല് ചെയ്യണം. ഒന്നാമത്തേത് എന്താണ്, ജൽദി. ജൽദി ജൽദി എന്നുള്ളതിന് എന്താണ്, ഛഡ്. ജൽദി എന്താണ്, ജൽദി എന്നുള്ളതിന് ഛഡ്. സമാനമായ അർത്ഥമാണ് ഛഡ്. ഇനി അടുത്ത എന്താണ്, പങ്ക്. പങ്ക് എന്നുള്ളതിന് നമ്മൾ പോയത്തിൽ കണ്ടു. പങ്ക് എന്നുള്ളതിന് എന്താണ്, പങ്ക് എന്നുള്ളതിൻ്റെ പർ. പർ എന്നുള്ള പറഞ്ഞാലും പങ്ക് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ്. അടുത്തതാണ് എന്ത്, ഡാലി. ഡാലി എന്നുള്ളതിന് നമ്മൾ ഏതാ വേർഡ് പഠിച്ചേ, ഫുൻഗി. ഫുൻഗി, ഡാലി ഫുൻഗി. അടുത്തത് പക്ഷി. പക്ഷിക്ക് എന്താണ് വേറെ വേർഡ് ഉള്ളത്, ചിടിയ. പക്ഷി എന്താണ്, ചിടിയ. പക്ഷി, ചിടിയ. അടുത്തത് എന്താണ്, അനോഖ. അനോഖ എന്നുള്ളതിന് എന്താണ് നമ്മൾ പഠിച്ചത്, നിരാലി. അടുത്തത് ആകാശ്. ആകാശിന് എന്താണ് നമ്മൾ പോയത്തിൽ കണ്ടത്, ആസ്മാൻ. ആകാശ് എന്താണ്, ആസ്മാൻ. അപ്പോൾ ഛഡ് ജൽദി, പങ്ക് പർ, ഫുൻഗി ഡാലി, പക്ഷി ചിടിയ, നിരാലി അനോഖ, ആകാശ് ആസ്മാൻ. അടുത്തത് എന്താ പറയുന്നത്, പങ്ക്തിയാ ഢൂണ്ടേ ലിഖേ. വരികൾ, ഒരു ആശയം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അർത്ഥം കൊടുത്തിട്ടുണ്ട്. ആ അർത്ഥം വായിച്ചിട്ട് പോയത്തിൽ നിന്നുള്ള വരികൾ കണ്ടുപിടിക്കാനാണ് പറയണത്. അപ്പോൾ ഏതാണ് വരി, ചിടിയ ഏക്ക് ഡാലി സേ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹേ. പക്ഷി ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് പറക്കുന്നു. അതിൻ്റെ പോയത്തിലെ വരി കണ്ടുപിടിക്കണം. ഏതാണ് ആ വരി, കൂട്ടുകാർ നോക്കൂ, ഏതാണ് ആ വരി, ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ ഉഡ്കർ ജാനേ വാലി ചിടിയ. ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ. ഏതാണ് ഒന്നാമത്തേത്, ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ ഉഡ്നേ വാലി ചിടിയ. ഒന്നാമത്തേൻ്റെ ആശയമാണ് അത്, ആശയം വരുന്ന വരി. അടുത്തത് ഏതാണ്, ചിടിയ ലോഗോं के पास नहीं आते हैं. പക്ഷി ആളുകളുടെ അടുത്തേക്ക് വരുന്നില്ല. പക്ഷി ആളുകളുടെ അടുത്തേക്ക് വരുന്നില്ല. അതേതാണ്, ലാഖ് ബുലാവും ലേക്കിൻ മേരെ, ലാഖ് ബുലാവും ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. ഇതാണ് രണ്ടാമത്തെ, ലാഖ് ബുലാവും ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. അടുത്തത് ഏതാണ്, ചിടിയ പത്തോമേ ചിപ്കർ ഗാത്തി ഹെ. പക്ഷികൾ ഇലയുടെ അടിയിൽ ഒളിച്ചിരുന്ന് പാട്ട് പാടുക. അതേതാണ് ആ വരി, പക്ഷികൾ ഇലകളുടെ അടിയിൽ ഒളിച്ചിരുന്ന് പാട്ട് പാടുക. അതേതാണ്, ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിപ്കർ ഗാനെ വാലി ചിടിയ. ചിപ്കർ ഗാനെ വാലി ചിടിയ, അതാണ് മൂന്നാമത്തെ. ചിടിയ ദാന ഖാക്കർ ജൽദി ഉഡ് ജാത്തി ഹെ. പക്ഷി ധാന്യം കൊത്തിക്കഴിച്ചിട്ട് പെട്ടെന്ന് പറന്നു പോണു. അതേതാണ്, ദാന ഖാക്കർ ഫഡ്കാക്കർ, ദാന ഖാക്കർ പർ ഫഡ്കാക്കർ ജഡ് സേ ഉഡ് ജാത്തി ഹെ.
ഇതാണ് നാലാമത്തെ. ധാന ഗാക്കർ पर फटकाकर छड़ से उड़ जाने वाली चिड़िया. അതിനുശേഷം കണ്ടോ കവിതാസെ ചുൻകർ ലിഖേം. കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് വേർഡ്സുകൾ. ഏതൊക്കെ വേർഡ്സുകളാണത്? ഉടനെ വാലി. അതുപോലെ നമുക്ക് എഴുതാം എന്ത്? ഖാനേ വാലി. ഖാനേ വാലി. പിന്നെന്തെഴുതാം? ആനേ വാലി. ആനേ വാലി. ജാനേ വാലി. ഗാനേ വാലി. ചഹക്നേ വാലി എഴുതാലോ. ചിലയ്ക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ചഹക്നേ വാലി. അടുത്തതെന്താ താഴെ കൊടുത്തിരിക്കുന്നത്? ഊപ്പർ കെ നമൂനയ്ക്ക് അനുസാർ ശബ്ദ ബനായേം. താഴെ കൊടുത്തിരിക്കുന്ന മോഡൽ അനുസരിച്ച് താഴത്തെ വേർഡുകളും ഇതേപോലെ എഴുതാൻ. അപ്പോൾ എന്തൊക്കെ എഴുതാം? പീനേ വാലി. പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ എഴുതേണ്ടത്? പീനേ വാലി. ഇവിടെ പീനേ വാലി. പിന്നെ അടുത്തത് എന്താണ്? ദേഖ്നേ വാലി. ബീഗ്നേ വാലി. ബീഗ്ന എന്താണ്? നനയ്യ. ബീഗ്നേ വാലി. കർണേ വാലി. കർണ എന്താ? ഡു ചെയ്യ. കർണേ വാലി. അതുപോലെ അടുത്തത് എന്താണ്? പങ്ക്തിയാം ജോഡേം. ക്ലാസ് കാണുക മാത്രമല്ല കാണുന്നതിനോടൊപ്പം ക്ലാസ്സിൽ ഈ ക്ലാസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അടുത്തത് പങ്ക്തിയാൻ ജോഡേം. नीले आसमान से उतरी नीली एक निराली चिड़िया, गाती उड़ने वाली चिड़िया, उड़ती गाने वाली चिड़िया. അതേപോലെ ഇവിടെ തന്നിരിക്കുന്ന വേർഡ്സുകളൊക്കെ കൂട്ടിയിട്ട് ചിത്രങ്ങളും കുറേ വേർഡ്സുകൾ സെൻറ്റൻസ് തന്നിട്ടില്ല, അതെല്ലാം കൂട്ടിച്ചേർത്ത് ലൈനാക്കി എഴുതണം. അതെങ്ങനെ എഴുതാം? ഗോംസല ബനാന. ഒന്നാമത്തെ എന്താ എഴുതിയിരിക്കണേ? ഗോംസല ബനാനേ വാലി ചിടിയ. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഗോംസല ബനാനേ വാലി ചിടിയ. ബനാനേ വാലി ചിടിയ. പിന്നെന്താ? പാനി പീനേ വാലി ചിടിയ. പാനി പീനേ വാലി ചിടിയ. കൂട്ടുകാർക്ക് ഞാൻ എഴുതുന്നതിന് മുമ്പേ കിട്ടുന്നുണ്ടോ? പ്യാർ കർണേ വാലി ചിടിയ. പ്യാർ കർണേ വാലി ചിടിയ. करने वाली चिड़िया. बारिश में भीगने वाली चिड़िया. बारिश में भीगने वाली चिड़िया. बारिश में भीगने वाली चिड़िया. ഇനി എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? പക്ഷിയോं के चित्र इकट्ठा करें, उनके नाम लिखें, ആൽബം ബനായേം. പക്ഷികളുടെ ചിത്രം ശേഖരിക്കുക, അതിൻ്റെ പേരെഴുതുക, ഒരു ആൽബം നിങ്ങൾ തയ്യാറാക്കുക. എൻ്റെ കൂട്ടുകാർ നല്ല ചിത്രങ്ങൾ വെട്ടിയെടുത്തിട്ട്, പക്ഷികളുടെ ചിത്രങ്ങൾ വെട്ടിയെടുത്തിട്ട്, ഇപ്പോഴത്തെ ബുക്കിൽ നിന്ന് വെട്ടിയെടുക്കല്ലേ,
പഴയ ബുക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ചിത്ര പോസ്റ്ററുകളിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് നല്ല മനോഹരമായിട്ടുള്ള പല പക്ഷികളുടെ ചിത്രങ്ങൾ വെട്ടിയെടുത്തിട്ട് ഒരു ആൽബം തയ്യാറാക്കി അതിൻ്റെ താഴെ ഹിന്ദിയിൽ പേരെഴുതണം. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ കൂട്ടുകാരെ, ധന്യവാദം.